അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നാളെ ചൊവ്വാഴ്ച 2ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ലിസാനുൽ ഖുർആൻ്റെ പരീക്ഷയാണ്. ലിസാനുൽ ഖുർആൻ 2024 ചോദ്യപേപ്പറും അതിൻ്റെ ബാക്കോട്ടുള്ള വർഷങ്ങളിലെ ചോദ്യപേപ്പറും റിവിഷനും ഒന്നിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റിവിഷൻ വീഡിയോ വേറെ ചെയ്യുന്നില്ല, ചോദ്യപേപ്പറും അതിൻ്റെ കൂടെ റിവിഷനും അതാണ് നല്ലത്, ഉപകരിക്കുക എന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് നമുക്ക് ആദ്യം ചോദ്യപേപ്പർ നോക്കാം, അതിൻ്റെ കൂടെ നമുക്ക് പുസ്തകങ്ങളിലെ വിഷയങ്ങളും നോക്കാം. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് നോക്കുക, നൂസിൽ ബിൽ മുനാസിബ്. ഇവിടെ തിൽക്കയും ദാലിക്കയും ഉണ്ട്, യോജിച്ച് ചേർക്കാനാണ്. ഇത് നോക്കാൻ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? അവസാനം താ ഉള്ള വാക്കാണെങ്കിൽ അവിടെ തിൽക്കയാണ് കൊടുക്കുക, അവസാനം താ ഇല്ലാത്തതാണെങ്കിൽ ദാലിക്കയാണ് കൊടുക്കുക. ഇങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഷജറത്തുൻ എന്നാണെങ്കിൽ തിൽക്ക ഷജറത്തുൻ, കാരണം അവസാനം താ ഉണ്ട്. താ ഏതൊക്കെ രൂപത്തിലാവാം? ഈ രൂപത്തിലുള്ള താവും അതുപോലെ ഈ രൂപത്തിലുള്ള താവും, ഈ രണ്ട് താവേ കൂട്ടുള്ളൂ. അവസാനം ഈ താ ഉണ്ടെങ്കിൽ കൂട്ടൂല. ഈ താ വന്നു വിചാരിച്ചിട്ട് തിൽക്ക കൊടുക്കുവോ? ഇല്ല. അപ്പോൾ ഷജറത്തുൻ തിൽക്ക ഷജറത്തുൻ, സഫർജലുൻ ദാലിക്ക സഫർജലുൻ, ലിവാഉൻ ദാലിക്ക ലിവാഉൻ, മഷായത്തുൻ തിൽക്ക മഷായത്തുൻ, കാറൂറത്തുൻ തിൽക്ക കാറൂറത്തുൻ, പിന്നെ ജാഫറാനും ദാലിക്ക ജാഫറാനും. അപ്പോൾ ഈ ഒരു ചോദ്യം എന്തായാലും ഉറപ്പാണ്. ഒന്നില്ലെങ്കിൽ ഇവിടെ തിൽക്കയും ദാലിക്കയ്ക്ക് പകരം ഹാദ ഹാദിഹി വരും, അങ്ങനെയും പരീക്ഷയ്ക്ക് വരും. അവിടെയും ഇങ്ങനെ തന്നെ, ഇവിടെ താ ഉള്ളിടത്തിന് തിൽക്ക കൊടുത്ത പോലെ ഹാദിഹി കൊടുക്കേണ്ടത്, താ ഉള്ളിടത്തൊക്കെ ഹാദിഹ കൊടുക്കേണ്ടത്. അത് നമ്മൾ ചോദ്യപേപ്പർ വരുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ പഠിക്കേണ്ടത് തിൽക്കയും ദാലിക്കയും കൊടുക്കേണ്ടത് എങ്ങനെ, അതെല്ലാവരും പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് പഠിക്കാനുള്ളത്, ഇവിടെ നോക്കൂ, ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, ലൗഹിൻ്റെ ചിത്രം. ഉത്തരമുണ്ട് ഹാദ ലൗഹൻ. ഇവിടെ ചോദ്യം എന്താണ്? മാ ഹാദ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഷംസിയത്താണ് ഇവിടെ കൊടുത്തുള്ളത്. ഇവിടെ ഉത്തരമുണ്ട് ഹാദിഹി ഷംസിയത്തുൻ. അപ്പോൾ ഇവിടെ എന്താ എഴുതേണ്ടത് എന്നാണ് ചോദ്യം. അതിന് ഇവിടെയുള്ള ഉത്തരത്തിൻ്റെ ആദ്യത്തെ വാക്കെടുക്കുക. എന്താണ്? ഹാദിഹി. അതിവിടെ എഴുതി കൊടുക്കുക. അതിൻ്റെ തുടക്കത്തിൽ ഇവിടെയുള്ള മാ എഴുതി കൊടുക്കുക. അപ്പോൾ ഉത്തരം എങ്ങനെയായി? മാ ഹാദിഹി. മനസ്സിലായോ? മാ ഹാദിഹി. അപ്പോൾ ഇവിടെ ഉള്ള ഉത്തരത്തിൻ്റെ ആദ്യത്തെ വാക്ക് ഇങ്ങോട്ട് എഴുതുക, അതിൻ്റെ തുടക്കത്തിൽ ഈ മാ ഇങ്ങോട്ട് എഴുതുക. അപ്പോൾ എന്തായി? ഉത്തരായി മാ ഹാദിഹി. അപ്പോൾ ഹാദിഹി ഖുറത്തുൻ എന്നാണ്. അപ്പോൾ എന്താ ഇവിടെ ചോദിക്കുക? മാ ഹാദിഹി. ഹാദ മിർസമുൻ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? മാ ഹാദ. അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ വരും, അതായത് ഉത്തരം തന്നിട്ട് ചോദ്യം എഴുതാനും ചോദ്യം തന്നിട്ട് ഉത്തരം എഴുതാനും രണ്ട് രൂപത്തിലും പരീക്ഷയ്ക്ക് വരും. ഇനി ഇത് പഠിക്കേണ്ടത് കുട്ടികൾക്ക് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് തുറന്നു കൊടുത്തിട്ട് ഏത് പാഠത്തിലെ ചിത്രം കാണിച്ചു കൊടുത്താലും ആ ചിത്രത്തിൻ്റെ പേര് പറയാൻ കിട്ടണം. അപ്പോൾ തോവിലത്തുൻ എന്നാണ്. ഇതിലേക്ക് തിൽക്കയാണോ ദാലിക്കയാണോ ചേർക്കേണ്ടത്? അവസാനം താ ഉണ്ട്, അപ്പോൾ തിൽക്കയാണ്. അപ്പോൾ തിൽക്ക തോവിലത്തുൻ. ഇവിടെ അവസാനം താ ഇല്ലെങ്കിൽ ദാറ് അങ്ങനെ പ്രത്യേകമായിട്ട് പഠിക്കുക. താ ഇല്ലെങ്കിലും ദാറിന് മാത്രം അങ്ങനെ നിയമമുണ്ട്. തിൽക്ക ദാറും, തിൽക്കയാണ് കൊടുക്കേണ്ടത്. തിൽക്ക ഷജറത്തുൻ തിൽക്ക മിർആത്തുൻ. അങ്ങനെ കുട്ടികളെ കൊണ്ട് കാണാതെ ഓരോ ചിത്രങ്ങളും പൊത്തിപ്പിടിച്ചിട്ട് പഠിപ്പിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ ചിത്രമുണ്ട് അല്ലേ, ചന്ദ്രക്കലുണ്ട്. ഇവിടെ മാ ദാലിക്ക എന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറേ കുട്ടികൾ ഉത്തരം എഴുതും ഹിലാലിൻ എന്ന് ഉത്തരം എഴുതും. എന്നാൽ ഉത്തരം ശരിയാണോ? അല്ല, ഉത്തരം ശരിയല്ല. ഉത്തരം ശരിയാണ്, പക്ഷെ പൂർണ്ണമായ മാർക്ക് നിങ്ങൾക്ക് കിട്ടില്ല. പിന്നെ എന്താണ് ഇവിടെ എഴുതേണ്ടത്? ദാലിക്ക ഹിലാലുൻ എന്ന് എഴുതണം. ഇതിൻ്റെ പേരിൻ്റെ മുമ്പിലായിട്ട് ദാലിക്ക ചേർക്കണം. അതെങ്ങനെ നോക്കുക? ഇവിടെ തന്നിരിക്കുന്ന ചോദ്യത്തിലെ മാ ഒഴിവാക്കുക. മാ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുക? ദാലിക്ക ഉണ്ടാവുക. അപ്പോൾ ദാലിക്ക അങ്ങോട്ട് എഴുതുക, എന്നിട്ട് ഇതിൻ്റെ പേരെഴുതുക. അപ്പോൾ ഇവിടെ ഉത്തരം എന്താ വരിക? ദാലിക്ക ഹിലാലുൻ. മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ ഉത്തരം നിങ്ങൾ ആലോചിക്കൂ. ഇത് ഹവ്വാമത്താണ്, എല്ലാവർക്കും അറിയാം അല്ലേ? ഹവ്വാമത്താണ്. അപ്പോൾ ഇവിടെ മാക്ക് ശേഷം എന്താ ഉള്ളത്? തിൽക്ക. അപ്പോൾ തിൽക്ക ഹവ്വാമത്തുൻ. ഇവിടെ സയ്യാറത്താണ്, അപ്പോൾ തിൽക്ക സയ്യാറത്തുൻ. അൽഹംദുലില്ലാ. ഇവിടെ ദാറാണ്, അപ്പോൾ തിൽക്ക ദാറുൻ. ഇനി പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അർത്ഥം പഠിക്കുക എന്നുള്ളത്. ഇവിടെ വാക്ക് തന്നിട്ടുണ്ട്, ഇതിൻ്റെ അർത്ഥം ഇപ്പുറത്ത് തന്നിട്ടുണ്ട്. 8 മാർക്കിനാണ് ഇവിടെ ചോദിച്ചത്. അതുകൊണ്ട് എല്ലാ കുട്ടികളും അർത്ഥങ്ങൾ പഠിക്കണം, വാക്കർത്ഥം നല്ലോണം പഠിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ അവസാനത്തെ പേജിലെ ഈ വാക്കുകളുടെ അർത്ഥങ്ങൾ മുഴുവനായി നിങ്ങൾ കാണാതെ പഠിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് എടുക്കേണ്ടത്, ഞാനിപ്പോൾ 4 ചോദ്യപേപ്പർ ഇവിടെ നോക്കും. ആ 4 ചോദ്യപേപ്പറിലും വരുന്ന ചോദ്യങ്ങൾ
അർത്ഥം എഴുതാൻ വരുന്ന ചോദ്യങ്ങൾ അത് പ്രത്യേകം പഠിക്കുക. അത് പഠിക്കാതെ ആരും പരീക്ഷയ്ക്ക് പോകരുത്. ഇപ്പോൾ ഒന്നാമത്തെ ഫനസുൻ. ഫനസുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചക്ക. ചക്ക. അടുത്ത സുല്ലമുൻ. സുല്ലമുൻ എന്ന് പറഞ്ഞാൽ കോണി. അടുത്ത ജവ്വാലുൻ. ജവ്വാലുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊബൈൽ ഫോൺ. അടുത്ത സല്ലത്തുൻ. സല്ലത്തുൻ എന്ന് പറഞ്ഞാൽ എന്താ? കൊട്ട. കൊട്ട. അടുത്ത് സഫീനത്തുൻ. സഫീനത്തുൻ എന്ന് പറഞ്ഞാൽ എന്താ? കപ്പൽ. മൽഫൂഫുൻ. മൽഫൂഫുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാബേജ്. സജ്ജാദത്തുൻ നിസ്കാരപ്പായ. ഹബ്ബത്തുൻ വിത്ത്. ഇനി ഈ ദാലിക ഐനബുൻ ഹുൽവുൻ ഇതിൻ്റെ അർത്ഥം എഴുതാനാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഈ ദാലിക ഐനബുൻ ഹുൽവുൻ എന്ന ചോദ്യം ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ആവർത്തിച്ചു വന്നൊരു ചോദ്യമാണ്. അതുകൊണ്ട് ഇതാ എല്ലാവരും പഠിച്ചിട്ടേ പോകാവൂ. ദാലിക ഐനബുൻ ഹുൽവുൻ എന്നതിൻ്റെ അർത്ഥം അറബി മലയാളത്തിൽ ഇത് ഇവിടുന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മൾ അറബി മലയാളത്തിൽ എഴുതണം. എന്താണ്? അത് മധുരമുള്ള മുന്തിരിയാണ്. അത് മധുരമുള്ള മുന്തിരിയാണ്. ഇനി അത് മധുരമുള്ള മുന്തിരിയാണ് എന്ന് ചോദ്യം തന്നിട്ട് ഈ അറബി എഴുതാൻ വരും. അങ്ങനെയും വരാം. അപ്പോൾ ഇത് രണ്ടും പഠിക്കുക. ദാലിക ഐനബുൻ ഹുൽവുൻ അത് മധുരമുള്ള മുന്തിരിയാണ്. ഇനി നിങ്ങൾക്ക് ഐനബുൻ ഹുൽവിൻ്റെ അർത്ഥം അറിയില്ല, ദാലിക്കൻ്റെ അർത്ഥം അറിയാം, അത് എന്നാണ്. എന്നാൽ നിങ്ങൾ അത് എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. അത് ശ്രദ്ധിക്കുക. അടുത്തത് ഹാദ അംഫി. ഹാദ അംഫി ഇത് എൻ്റെ മൂക്കാണ്. ഇതെൻ്റെ മൂക്കാണ്. ഈ ഭാഗത്തുനിന്ന് പല ചോദ്യങ്ങളും വരുന്നുണ്ട്. ഈ ഹാദ അംഫി വരുന്ന പാഠത്തുനിന്ന് ഹാദ മിന്ദീലി, അതുപോലെ തന്നെ ഹാദ ലുഫ്രി എന്നൊക്കെ പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്തുള്ള എല്ലാം കുട്ടികൾ നല്ലോണം പഠിക്കണം. ഹാദ ലുഫ്രി. ഹാദ ലുഫ്രി ഇത് എൻ്റെ നഖമാണ്. നഖമാണ്. ഓർത്തു വെക്കുക. ലുഫ്രി ഇതെൻ്റെ നഖമാണ്. അപ്പം നിങ്ങൾ കാണാതെ പഠിക്കുക. ഹാദാ ലുഫ്രി ഇതെൻ്റെ നഖമാണ്. ഹാദാ റഅ്സി ഇതെൻ്റെ തലയാണ്. ഇതിൽ മിന്തിയിൽ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഹാദാ മിന്തിയിൽ ഇതെൻ്റെ ടവലാണ്. ഹാദാ അംഫി ഇതെൻ്റെ മൂക്കാണ്. ഹാദാ ഇസാരി ഇതെൻ്റെ തുണിയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എന്ത് പഠിക്കണം? അർത്ഥം പഠിക്കണം. ഹാദാ അംഫി ഇതെൻ്റെ മൂക്കാണ്. പഠിച്ചല്ലോ. അടുത്തത് ഇത് എൻ്റെ പേനയാകുന്നു. ഇത് എൻ്റെ പേനയാകുന്നു. ഹാദ കലമി ഇതെൻ്റെ പേനയാകുന്നു. അപ്പോൾ ഇവിടെ ഈ ചിത്രം വെച്ചിട്ടാണ് ഇവിടെ ചോദ്യം ചോദിക്കുന്നത്. ഈ ചിത്രത്തിൻ്റെ മീനിങ് വെച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യണം? ഈ ചിത്രങ്ങളുടെ പേര് വരുന്നതൊക്കെ നിർബന്ധമായി പഠിക്കുക. ഇവിടെ എല്ലാത്തിലും ഒരു യാവ് കൊടുത്തിട്ടുണ്ട് അല്ലേ? എല്ലാത്തിലും അവസാനം റെഡ് കളറിൽ യാവ് കൊടുത്തു. എന്തിനാണ്? എൻ്റെ എന്നർത്ഥം കിട്ടും. ഇപ്പോൾ ഹാദ കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകം എന്നേ അർത്ഥമുള്ളൂ. കിതാബി എന്ന് പറഞ്ഞാൽ എൻ്റെ പുസ്തകം. കലമി എൻ്റെ പേന. ജവ്വാലി എൻ്റെ മൊബൈൽ. ദൽവി എൻ്റെ ബക്കറ്റ്. അങ്ങനെയാണ് ഇവിടെ അർത്ഥം വരിക. അപ്പോൾ ഈ ഭാഗം എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക. 2023 ചോദ്യപേപ്പറാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹാദ ഹാദിഹിയാണ് ഇവിടെ വന്നത്. കണ്ടോ? എന്തല്ല തിൽക്കയും ദാലിക്കും അല്ല വന്നത്. ഹാദ ഹാദിഹിയാണ് വന്നത്. ഇവിടെ ഹാദ എല്ലാത്തിലും ഹാദ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാത്തിലും ഹാദിഹി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് വാക്ക് എഴുതാനാണ് പറഞ്ഞത്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് വാക്ക് തന്നിട്ട് ദാലിക്കാണോ തിൽക്കാണോ എഴുതാനാണ് വന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, 2 രൂപത്തിലും പരീക്ഷയ്ക്ക് വരും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ ഹാദ വന്നു. ഹാദ എപ്പോഴാണ് വരിക? അവസാനം താ ഇല്ലാത്തതിനിക്കാണ് ഹാദ വരിക. അവസാനം താ ഉള്ളതിനിക്ക് ഹാദിഹിയാണ് വരിക. ഇനി നിങ്ങൾ തന്നെ ഒറ്റക്ക് പറയൂ. മുസ്ലിമത്തുൻ എവിടേക്കാണ് എഴുതേണ്ടത്? ഇങ്ങോട്ട്. ലൗഹുൻ എങ്ങോട്ട് എഴുതേണ്ടത്? ഇങ്ങോട്ട്. ബഖറത്തുൻ ലൗഹുൻ ഇവിടെ എഴുതിയിട്ടുണ്ടാവും, എഴുതണ്ട. ബഖറത്തുൻ ഇങ്ങോട്ടാണ് എഴുതേണ്ടത്. ദജാജത്തുൻ ബഖറത്തുൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? ദജാജത്തുൻ ഇവിടേക്കാണ്. അടുത്ത കമീസുൻ ഇവിടേക്ക്. മിന്ദീലുൻ ഇങ്ങോട്ട്. ദാരിസുൻ ഇങ്ങോട്ട്. ഖുറത്തുൻ ഇങ്ങോട്ട്. സൂമുൻ കറിയത്തുൻ. ഓക്കെ, അപ്പം എല്ലാവർക്കും മനസ്സിലായി. അവസാനം താ ഉണ്ടെങ്കിൽ ഹാദിഹി, അവസാനം താ ഇല്ലെങ്കിൽ ഹാദ. ഇനി ദാലിക്കും തിൽക്കയാണെങ്കിൽ അവസാനം താ ഉണ്ടെങ്കിൽ തിൽക്ക, അവസാനം താ ഇല്ലെങ്കിൽ ദാലിക. അത് പഠിച്ചു. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ചിത്രം തന്നു, ചോദ്യം തന്നു.
അപ്പോൾ ഉത്തരം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അനാനാസുൻ എന്ന് മാത്രമല്ല, പിന്നെ എന്തെഴുതണം? ദാലിക അനാനാസുൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭാഗത്തുള്ള എല്ലാ ചിത്രങ്ങൾ, എല്ലാ പാഠത്തിലും ചിത്രം കാണിച്ചു തന്നാൽ പേര് പറയാൻ കിട്ടണം കുട്ടികൾക്ക്. അത് നിർബന്ധമാണ്, അത് നിർബന്ധമായി പഠിക്കണം. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പേജാണ് ഈ പേജ്. ഈ പേജിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇവിടെ അനാനാസിൻ്റെ ചിത്രം കണ്ടോ? എങ്ങനെയാണ് അനാനാസ് എഴുതുക ശ്രദ്ധിക്കുക. ബബായ എങ്ങനെ എഴുതുക, അതുപോലെ ബത്വാത്ത എങ്ങനെ എഴുതുക, ബത്വാത്ത ഉരുളക്കിഴങ്ങ് അല്ലേ, നാരങ്ങ ചെറുനാരങ്ങ ലൈമൂൻ. മൗസൊന്നും വരില്ല, മൗസൊന്നും അത്ര പ്രധാനപ്പെട്ട. നാർജീൽ വരും, പ്രധാനപ്പെട്ടതാണ്. കൂബ് പ്രധാനപ്പെട്ടതാണ്. ബബായ ലബൻ ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതൊക്കെ ചിത്രം കാണിച്ചു തന്നിട്ട് ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് നിങ്ങൾ പേര് പറയാൻ കിട്ടണം. അപ്പോൾ അനാനാസുൻ. ഇനി ഇവിടെ ചോദ്യതാണ് മാ ദാലിക്ക. അപ്പോൾ ഉത്തരം അനാനാസ് എഴുതിയ പൂർണ്ണ മാർക്ക് കിട്ടുമോ? ഇല്ല. എന്തെഴുതണം? ദാലിക്ക അനാനാസുൻ. ഇതെന്താണ്? ഇത് കണ്ണാടിയാണ്. കണ്ണാടിയുടെ പേരെന്താണ്? അത് എഴുതുമ്പോൾ എല്ലാവർക്കും തെറ്റുന്നതായതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് വരും ചെയ്യും. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തുന്ന ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരും. കണ്ടോ? മിർ ആത്തുൻ. ഇതിൻ്റെ പേര് മിർ ആത്തുൻ എന്ന്. അലിഫിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു സാധനം ഇടണം, മിർ ആത്തുൻ. അവസാനം താ ഉണ്ടായതുകൊണ്ട് തിൽക്കാണ്. അപ്പോൾ തിൽക്ക മിർ ആത്തുൻ. അപ്പോൾ കാണാതെ പഠിക്കുക, തിൽക്ക മിർ ആത്തുൻ. ഇതെല്ലാവർക്കും എളുപ്പമാണ്. മാ ഹാദ ഹാദ മിർസമുൻ. മാ ഹാദിഹി ഇതാ ദർറാജത്തുൻ. ദർറാജത്തുൻ എഴുതുമ്പോൾ കുട്ടികൾ തെറ്റിക്കാറുണ്ട്, അതിൻ്റെ സ്പെല്ലിങ് തെറ്റിക്കാറുണ്ട്. ഇതാ ദർറാജത്തുൻ, റാ കഴിഞ്ഞിട്ട് അലിഫുണ്ട്. ദർറാജത്തുൻ, ഹാദിഹി ദർറാജത്തുൻ അല്ലേ. കാരണം എന്താ പറയുക? സയ്യാറത്തുൻ. കപ്പലിന് എന്താ പറയുക? സഫീനത്തുൻ. ഇതൊക്കെ നല്ലോണം പഠിക്കുക. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. നുൻഷിയുൽ അസ്ഇല വ നുജീബു. ചോദ്യം ഉണ്ടാക്കും വേണം, ഉത്തരം എഴുതും വേണം. ഇവിടെ ചിത്രം തന്നിട്ടുണ്ട്. എന്താണ് ചിത്രം? ടേബിളാണ്. അപ്പോൾ അത് എന്താണെന്ന് ചോദിക്കാം. ഇവിടെ ഉത്തരമുണ്ട് തിൽക്ക. അപ്പോൾ ഇവിടെ എങ്ങനെ ചോദ്യം ഉണ്ടാക്കുക? ഈ ഉത്തരത്തിലെ ഈ കഷ്ണം ഇങ്ങോട്ട് എടുത്ത് എഴുതുക. അപ്പോൾ മാ തിൽക്ക. ചോദ്യം റെഡിയായി, മാ തിൽക്ക. ഇനി ഉത്തരം എന്താ എഴുതേണ്ടത്? ഇതിൻ്റെ പേരെഴുതണം. ഇതിൻ്റെ പേരെന്താണ്? ത്വാവിലത്തുൻ. ത്വാവിലത്തുൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതുക എന്നുകൂടി നിങ്ങൾ പഠിക്കണം. ത്വാവിലത്തുൻ കണ്ടോ? ത്വാവിലത്തുൻ. അപ്പോൾ ഈ പാഠത്തിലുള്ള എല്ലാം കുട്ടികളെ കൊണ്ട് കേട്ടെഴുത്ത് വെപ്പിക്കുക. മിർആത്തുൻ, ഷജറത്തുൻ, ത്വാവിലത്തുൻ ഇതൊക്കെ കുട്ടികൾ കേട്ടെഴുത്ത് എഴുതി പഠിക്കണം. അതുപോലെ തന്നെ ഇപ്പുറം മദ്രസത്തുൻ, സഹ്റത്തുൻ, ഹബ്ബത്തുൻ, സജ്ജാദത്തുൻ. അപ്പോൾ ഇവിടെ ചോദ്യവും പഠിക്കണം, ഉത്തരം പഠിക്കണം. മാ തിൽക്ക തിൽക്ക ത്വാവിലത്തുൻ, മാ തിൽക്ക തിൽക്ക ദാറുൻ, മാ തിൽക്ക തിൽക്ക ഷജറത്തുൻ. ഇത് നല്ലോണം പഠിക്കുക. ഇനി ഇവിടെ സഫീനത്തുണ്ട് അല്ലേ. ഇവിടെ ചോദ്യം കൊടുക്കണം. എന്താണ്? ഇത് എന്താണ്? അപ്പോൾ മാ ഹാദിഹി. ഇവിടെ മാ കൊടുക്കണം, മാ ഹാദിഹി. അപ്പോൾ ഉത്തരം എന്താ എഴുതുക? ആദ്യം ഇത് എഴുതുക, ഹാദിഹി എഴുതുക. എന്നിട്ട് ഇതിൻ്റെ പേര് എഴുതുക. ഇതിൻ്റെ പേരെന്താണ്? സഫീനത്തുൻ. അപ്പോൾ സഫീനത്ത് എഴുതാൻ പഠിക്കണം. അടുത്തത് കണ്ടോ? അർത്ഥം എഴുതാൻ വന്നു. എല്ലാ കൊല്ലവും ഇങ്ങനെ അർത്ഥം എഴുതാൻ വരുന്നുണ്ട് ഒരു മാർക്കിന്. ഇവിടെ 7 ചോദ്യങ്ങളാണ് അർത്ഥം എഴുതാൻ വന്നത്. കഴിഞ്ഞ വർഷം 2024 8 ചോദ്യം. ഇവിടെ ജഞ്ചബീലാണ് വന്നത്. അത് എല്ലാവരും ശ്രദ്ധിക്കുക. ജഞ്ചബീൽ വാർഷിക പരീക്ഷയ്ക്ക് ആവർത്തിച്ച് വരുന്നൊരു ചോദ്യമാണ് ജഞ്ചബീൽ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ജഞ്ചബീൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരിക, അത് ഫോട്ടോ തന്നിട്ട് എഴുതാനും വരും, അതല്ലെങ്കിൽ ഇഞ്ചി എന്ന് തന്നിട്ട് അതിൻ്റെ അറബി എഴുതാൻ വരും. അപ്പോൾ ഇഞ്ചിയുടെ അറബി എന്താണ്? ജഞ്ചബീൽ. എഴുതുന്ന അക്ഷരങ്ങൾ തെറ്റിക്കരുത്. അതുപോലെ ജാഫറാന്, ഇതും പിന്നെ വാർഷിക പരീക്ഷയ്ക്ക് ആവർത്തിച്ച് വരുന്ന ചോദ്യമാണ്. ജഞ്ചബീൽ, ജാഫറാന്, കുങ്കുമം. ഇനി നമ്മൾ നോക്കാം. ഇവിടെ ജഞ്ചബീൽ വിമാനം, ഹെലികോപ്റ്റർ, വാക്കർ, കുപ്പി, ബ്രഷ്, കുങ്കുമം, ഇഞ്ചി. ഏതാ ശരി? ഇഞ്ചി അല്ലേ. അടുത്ത് ജാഫറാനുൻ എന്താണ്? കുങ്കുമം. ഫുർഷത്തുൻ, ഫുർഷത്തുൻ ഏതാണ്? ബ്രഷ്. ഫുർഷത്തൊക്കെ നമ്മളെ പാഠത്തിലുണ്ട്. ഏത് പാഠത്തിൽ? തൊയ്യാറത്തും പാഠത്തിൽ. അപ്പോൾ ഇവിടെ ചിത്രം കാണിച്ചിട്ട് നിങ്ങൾക്ക് പേര് പറയാൻ കിട്ടണം. കാറൂറത്ത് എല്ലാം ചിത്രം കാണിച്ചിട്ട് പേര് പറയാൻ കിട്ടണം. അടുത്ത് നോക്കൂ. പിന്നെ കാറൂറത്തുൻ കുപ്പി, മഷായത്തുൻ വാക്കർ, മഷായത്തുൻ വാക്കർ, ഹവ്വാമത്തുൻ ഹെലികോപ്റ്റർ, തൊയ്യാറത്തുൻ വിമാനം. ഓക്കെ. ഇനി അത് എൻ്റെ സഹോദരിയാകുന്നു, അത് എൻ്റെ സഹോദരിയാകുന്നു. അത് അറബിയിലാക്കാനാണ്. 2 ചോദ്യങ്ങൾ വരിക. അറബി ആക്കാനും പിന്നെ അറബി മലയാളത്തിലേക്കാനും. ഇത് 2 പരീക്ഷയ്ക്ക് വരും. അപ്പോൾ ഇവിടെ അറബി ആക്കാൻ 1, 2
മൂന്ന് ചോദ്യം അറബിയാക്കാൻ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം അത് എൻ്റെ സഹോദരിയാകുന്നു. അതെവിടെയാണ് നമ്മൾ പഠിക്കുന്നത്? നമ്മൾ ആദ്യം നോക്കുക. കണ്ടോ, ഇത് ആവർത്തിച്ച് വരുന്ന ചോദ്യമാണ്, ഒരുപാട് വർഷം പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അത് എൻ്റെ സഹോദരിയാകുന്നു. എന്താണ് ഇവിടുത്തെ അതിൻ്റെ ഉത്തരം? സഹോദരി എന്നുള്ളതിന് ഉഖ്ത് എന്നാ പറയാം. ഉഖ്ത്. എൻ്റെ എന്ന് പറയാൻ നമ്മൾ പഠിച്ചു, അവസാനം യാവ് കൊടുത്താൽ മതി. അപ്പോൾ ഉഖ്തി. അത് എന്നുള്ളതിന് അറബി എന്താണ്? ദാലിക അല്ലെങ്കിൽ തിൽക്ക. അപ്പോൾ തിൽക്ക ഉഖ്തി എന്നാണ് ഇവിടെ വരിക. എന്താ വരിക? തിൽക്ക ഉഖ്തി. പഠിച്ചല്ലോ എല്ലാവരും? അപ്പോൾ ഇത് നല്ലോണം പഠിക്കുക. ഒരുപാട് തവണ ആവർത്തിച്ചു വന്നാണ്. തിൽക്ക ഉഖ്തി, അത് എൻ്റെ സഹോദരിയാകുന്നു. തിൽക്ക ഉഖ്തി, അത് എൻ്റെ സഹോദരി. ഇതൊന്നും അങ്ങനെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയില്ല, കാരണം അതൊരു വിമാനമാണ്. അതൊക്കെ വളരെ സിമ്പിളായ ചോദ്യങ്ങളാണ്. ഇത് എല്ലാവരും പഠിക്കുക. തിൽക്ക ഉഖ്തി, അത് എൻ്റെ സഹോദരിയാകുന്നു. പിന്നെ ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇതാ, ഇത് പരുന്താണ്. ഈ പരുന്ത് എന്നതിൻ്റെ വാക്ക് പരീക്ഷയ്ക്ക് ആവർത്തിച്ച് വരുന്ന ചോദ്യമാണ്. പരുന്തിന് എന്താ പറയുക എന്നുള്ളത്. ഇത് പരുന്തിൻ്റെ ചോദ്യം ഇങ്ങനെയും വരും. ഹിദ് അത്തുൻ എന്ന് എഴുതിയിട്ട് അർത്ഥം എഴുതാനും വരും, അല്ലെങ്കിൽ പരുന്ത് തന്നിട്ട് അറബി എഴുതാനും വരും. ഇവിടെ ചോദ്യം വന്നത് ഇത് പരുന്താണ് എന്ന് പറയാനാണ്. അപ്പോൾ ഇത് ഏത് പാഠത്തിലാണ് പഠിക്കുന്നത് ശ്രദ്ധിക്കുക. ഇവിടെയാണ് നമ്മൾ പഠിക്കുന്നത്. ഹിദ് അത്തുൻ പരുന്താണ്. അപ്പോൾ ഇത് പരുന്താണ്. ഹാദിഹി ഹിദ് അത്തുൻ, ഹാദിഹി ഹിദ് അത്തുൻ, ഹാദിഹി ഹിദ് അത്തുൻ. അപ്പോൾ ഇത് നല്ലോണം പഠിക്കെല്ലാവരും. ഇത് പരുന്താണ്, ഹാദിഹി ഹിദ് അത്തുൻ. ഇനി ഹാദിഹി തബിയൂക്കത്തുൻ എന്ന് പറഞ്ഞാൽ ഇത് കപ്പയാണ്. ഹാദിഹി ഖറിയത്തുൻ, ഇത് ഗ്രാമമാണ്. ഇങ്ങനെ പരീക്ഷയ്ക്ക് വരും. അത് ശ്രദ്ധിക്കുക, ഈ ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് പരുന്താണെന്നുള്ളതിൻ്റെ അറബി എന്താണ്? ഹാദിഹി ഹിദ് അത്തുൻ. അടുത്തത്, ഇത് എൻ്റെ ബാഗാകുന്നു. ഇത് എൻ്റെ ബാഗാകുന്നു. ഇത് എന്നുള്ളതിന് നമ്മൾ എന്താ പഠിക്കുന്നത്? ഹാദ അല്ലെങ്കിൽ ഹാദിഹിയാണ്. ബാഗ് എന്നുള്ളതിൻ്റെ അറബി എന്താണ്? ഹഖീബത്തുൻ എന്നാണ്. ഇനി എൻ്റെ ബാഗ് എന്നുള്ളതിന് ഹഖീബത്തി. അപ്പോൾ ഹാദിഹി ഹഖീബത്തി എന്നാണ് ഇതിൻ്റെ ഉത്തരം. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ ചോദ്യം വന്നത്. ഇത് എൻ്റെ ബാഗാകുന്നു. കണ്ടോ? അപ്പോൾ പരീക്ഷയ്ക്ക് ഈ അറബി മലയാളത്തിലേക്കാക്കാനും മലയാളം അറബി ആക്കാനൊക്കെ വരുന്ന ചോദ്യങ്ങൾ ഇവിടെ നിന്നാണ്. ഇതും നമ്മൾ നേരത്തെ കണ്ടതുപോലെ പിന്നെ ആ മഞ്ഞ പേജ് ഉണ്ട്, മഞ്ഞ കോളുണ്ടല്ലോ, ഇതുപോലെ ഈ കോളത്തു നിന്നാണ് എന്ത് വരുന്നത്? ഈ മലയാളം ആക്കാനും മലയാളം അറബി ആക്കാനും വരും. അതുകൊണ്ട് ഇത് നല്ലോണം പഠിക്കുക എല്ലാവരും. ഇത് എൻ്റെ പേനയാകുന്നു. എങ്ങനെ പറയാ? ഹാദ കലമി, ഹാദ കലമി. കലം എന്ന് പറഞ്ഞാൽ പേനയാണ്. അവസാനം യാവ് കൂട്ടിയാൽ കലമി, അതാണ് എൻ്റെ പേനയാണ്. ഇത് എൻ്റെ ബാഗാകുന്നു. ഹാദിഹി ഹഖീബത്തി, ഹാദിഹി ഹഖീബത്തി. പിന്നെ ഞാനൊരു വിദ്യാർത്ഥിയാകുന്നു. അനദാരിസ്. ഇത് നല്ലോണം പഠിക്കപ്പോൾ ഒരുപാട് തവണ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ പെട്ടി എല്ലാവരും നോട്ട് ചെയ്യുക കേട്ടോ. ഈ പെട്ടി എല്ലാവരും നോട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ നേരത്തെ പഠിച്ച ദാലിക ഇനബുൻ ഹുൽവുൻ എന്ന് പറയുന്ന പെട്ടി, ഇവിടെ ഹിദഅത്തിൻ്റെ പെട്ടി. പിന്നെ ഇതാ ഇവിടെ ഇത് എൻ്റെ സഹോദരിയാകുന്നു. തിൽക ഉഖ്തി. ഇതൊരു സ്കൂട്ടർ ആകുന്നു. അപ്പോൾ ഇതും വരാം. ഇത് ഒരു സ്കൂട്ടർ ആകുന്നു. എങ്ങനെ പറയാ? സകൂത്തത്തുൻ എന്നാണ് സ്കൂട്ടർ. അപ്പോൾ ഹാദിഹി സകൂത്തത്തുൻ, ഹാദിഹി സകൂത്തത്തുൻ. ഹാദിഹി സകൂത്തത്തുൻ. ഇനി അത് ഒരു വിമാനമാകുന്നു. അതെല്ലാവർക്കും അറിയാം. എന്താ? തൊയ്യാറത്തുൻ എന്ന വിമാനം. അപ്പോൾ അത് എന്നുള്ളതിന് തിൽക്ക. അപ്പോൾ തിൽക്ക തൊയ്യാറത്തുൻ, അതൊരു വിമാനമാകുന്നു. അത് കാണാതെ പഠിക്കുക. അതുപോലെ ഇവിടെ ഈ ഭാഗങ്ങളും എന്ത് ചെയ്യുക? ഇവിടെ മലയാളത്തിൽ എഴുതി, മലയാളം എഴുതാൻ പാടില്ല, അറബി മലയാളത്തിൽ എഴുതണം. തിൽക്ക മദ്രസത്തി, അത് എൻ്റെ മദ്രസയാണ്. ഹാദ ബുർത്തുക്കാലി, ഇത് എൻ്റെ ഓറഞ്ചാണ്. ഹാദിഹി ത്വായിറത്തുൻ കബീറത്തുൻ, ഇത് വലിയ പക്ഷിയാണ്. ദാലിക ഇനബുൻ ഹുൽവുൻ, അത് മധുരമുള്ള മുന്തിരിയാണ്. കണ്ടോ? ദാലിക ഇനബുൻ ഹുൽവുൻ എഴുതാൻ വന്നു. എന്താ? മലയാളം എഴുതാനാണ്, അറബി മലയാളം എഴുതാൻ. അത് മധുരമുള്ള മുന്തിരിയാണ്. 2024 വന്ന അതേ ചോദ്യം 2023 ആവർത്തിച്ചു. ഇനി നമ്മൾ അടുത്ത ചോദ്യപേപ്പറിലേക്ക് പോവാണ്. 2022 ചോദ്യപേപ്പറാണ് നമ്മൾ ഞാൻ നോക്കാൻ പോകുന്നത്. ഇവിടെ കണ്ടോ? ദാലിക്കും തിൽക്കയാണ് തന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ദാലിക്ക തിൽക്ക അല്ലെങ്കിൽ ഹാദ ഹാദിഹി ചേർക്കാൻ എന്തായാലും ഉണ്ടാകും. അപ്പോൾ നമ്മൾ പഠിച്ച പാട്ട് ഒന്നും കൂടി ഓർത്തു വെക്കുക. അവസാനം താ ഉണ്ടെങ്കിൽ തിൽക്ക,
അവസാനം താ ഇല്ലെങ്കിൽ ദാലിക. അപ്പം നിങ്ങൾ പറ, ഹവ്വാമത്തിൻ്റെ അവിടെ തിൽക്ക, കാറൂറത്തുൻ തിൽക്ക, അനാനാസുൻ ദാലിക, നാറജീലുൻ ദാലിക, ഫുർഷത്തുൻ തിൽക്ക. ഓക്കെ. അടുത്തത് ചിത്രം തന്നു, ചോദ്യം എഴുതാനാണ്. ഹാദിഹി സയ്യാറത്തുൻ മാ ഹാദിഹി. അപ്പോൾ ഹാദാ കലമുൻ. അപ്പോൾ നിങ്ങൾ പറ, ആദ്യം എന്താ ചെയ്യേണ്ടത്? ഉത്തരത്തിൻ്റെ തുടക്കത്തിലുള്ള ഹാദ ഇവിടേക്ക് എഴുതുക, ഇവിടുന്ന് മാ നിങ്ങോട്ട് താഴോട്ട് എഴുതുക. അപ്പോൾ എന്തായി? മാ ഹാദ. അടുത്തത് ഹാദാ ലൗഹുൻ മാ ഹാദ, ഹാദിഹി ദറാജത്തുൻ മാ ഹാദിഹി. തിൽക്ക ദാറുൻ, ഇവിടെ എന്താ കൊടുക്കേണ്ടത്? മാ തിൽക്ക. അടുത്തത് ഇവിടെ കണ്ടോ, ഇവിടെ നിങ്ങളോട് അർത്ഥം എഴുതാനാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടില്ല? മാച്ച് ചെയ്യാനുള്ള ഉത്തരങ്ങൾ തന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെയും പരീക്ഷയ്ക്ക് വരും. അറബിയാക്കാനാണ്. കുട, കുടയുടെ അറബി എന്താണ്? കുടയുടെ അറബി എന്താണ്? ഷംസിയ്യത്തുൻ. എഴുതുന്നത് ശ്രദ്ധിക്കണം. അടുത്ത് നിസ്കാരപ്പായ, സജ്ജാദത്തുൻ, പമ്പരം. ഇത് നമ്മൾ പ്രത്യേകം പഠിക്കണം. അപ്പോൾ ഈ ദുവ്വാമത്തുൻ എന്നുള്ളത് ഈ ദറാജത്തും പാഠത്തിൻ്റെ അവസാനം ഇവിടെയാണ് ദുവ്വാമത്തുള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയാണ്. സഫീനത്ത്, ദറാജത്ത്, സയ്യാറത്ത്, ദുവ്വാമത്ത്. ദുവ്വാമത്തുൻ എന്ന് പറഞ്ഞാൽ പമ്പരം. ദുവ്വാമത്തുൻ എന്ന് പറഞ്ഞാൽ പമ്പരം, പമ്പരം. ഇനി അടുത്തത് ഈ പമ്പരം. അടുത്ത ചോദ്യം വാക്കർ. വാക്കർ എല്ലാവർക്കും അറിയാം എന്താണ്? മഷായത്തുൻ. അടുത്തത് എന്താണ്? അറബിയെ മലയാളത്തിലേക്കാക്കാനാണ്. തിൽക്ക മിർ ആത്തുൻ. എന്താണ് തിൽക്ക മിർ ആത്തുൻ? അത് കണ്ണാടിയാണ്, കണ്ണാടിയാണ്. കണ്ണാടി എങ്ങനെ എഴുതുക എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ മഞ്ഞ പേജ്, അവസാനമുള്ള പേജ് നിങ്ങൾ നോക്കുക. ഈ അവസാനമുള്ള പേജിൽ എല്ലാത്തിൻ്റെയും അർത്ഥം ഉണ്ടാകും. അതിൽ മിർആത്ത് നിങ്ങൾ കണ്ടെത്തുക. അവിടെ ഉണ്ടാകും മിർആത്തിൻ്റെ അർത്ഥം കണ്ണാടി എഴുതിയത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് കണ്ണാടി എഴുതേണ്ടത്. അടുത്ത ചോദ്യം തിൽക്ക ഹക്കീബത്തു ഉഖ്തി. ശ്രദ്ധിക്കുക, തിൽക്ക ഹക്കീബത്തു ഉഖ്തി. അത് എൻ്റെ സഹോദരിയുടെ ബാഗാകുന്നു. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഭാഗമാണ് ഇത്. ഇവിടെ ഈ അറബി തന്നിട്ട് അതിൻ്റെ മലയാളം എഴുതാൻ, അറബി മലയാളം എഴുതാനാണ് പരീക്ഷയ്ക്ക് വരിക എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ തിൽക്ക ഹക്കീബത്തു ഉഖ്തി എന്താ അർത്ഥം? അത് എൻ്റെ സഹോദരിയുടെ ബാഗാകുന്നു. തിൽക്ക മഷായത്തിന് അത് വാക്കാറാണ്. തിൽക്ക ബിന്തു അമ്മി, അത് എൻ്റെ എളാപ്പാൻ്റെ മോളാകുന്നു, അല്ലെങ്കിൽ എൻ്റെ മൂത്തയുടെ മോളാകുന്നു എന്നൊക്കെയാണ് ഇവിടെ എഴുതേണ്ടത്. തിൽക്ക ഹുദൂദുല്ലാ, അത് അള്ളാഹുവിൻ്റെ നിയമങ്ങളാകുന്നു. തിൽക്ക ആയാത്തുല്ലാ, അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാകുന്നു. തിൽക്ക സയ്യാറത്തു അഹി, അതെൻ്റെ സഹോദരൻ്റെ കാറാകുന്നു. അപ്പോൾ ഇതെല്ലാവരും എന്ത് ചെയ്യുക? ഇത് അറബിയും പിന്നെ അതിൽ വന്ന അതിൻ്റെ മീനിങ്ങും രണ്ടും കാണാതെ പഠിക്കുക. ഇനി അടുത്ത ലാസ്റ്റ് ചോദ്യം സഹാബുൻ. സഹാബുൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മേഘം. അപ്പോൾ ഇതാണ് 2022 ചോദ്യപേപ്പർ. ഇനി നമ്മൾ അടുത്ത ചോദ്യപേപ്പർ പോവുകയാണ് 2021. 2021 ചോദ്യം കുറച്ചും കൂടി സിമ്പിളാണ്. അറബി എഴുതാനാണ്. പേര് മാത്രം എഴുതിയാൽ മതി. സയ്യാറത്തുൻ, അനാനാസുൻ, ബത്വാത്ത, ദറാജത്തുൻ, ലിവാഉൻ, തൊയ്യാറത്തുൻ. നിങ്ങൾ നോക്കൂ, കുട്ടികൾക്ക് എഴുതാൻ പ്രയാസമുള്ള വാക്കുകളാണ്, കുട്ടികൾ തെറ്റിക്കാൻ സാധ്യതയുള്ള വാക്കുകളാണ് അധികം തന്നത്. തൊയ്യാറത്തുൻ എഴുതുമ്പോൾ തെറ്റും. സയ്യാറത്ത്, അനാനാസ്, ബത്വാത്ത, ചില കുട്ടികൾ സാധാ താ എഴുതും. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളാണ് അധികവും പരീക്ഷയ്ക്ക് വരിക എന്ന് മനസ്സിലാക്കുക. അതാ പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ദാലിക്ക തിൽക്ക വന്നു. ദാലിക്ക തിൽക്ക. നിങ്ങൾ പറ, ഖമറുൻ ദാലിക്ക, കൂബുൻ ദാലിക്ക, ഹവ്വാമത്തുൻ തിൽക്ക, ഫുർഷത്തുൻ തിൽക്ക, സഹാബുൻ ദാലിക്ക. അടുത്തത് ഇവിടെ അർത്ഥം തന്നിട്ടുണ്ട്, യോജിപ്പിക്കാനാണ്. മൽഫൂഫുൻ എന്താ അർത്ഥം? ക്യാബേജ്. ഖർഉൻ ചുരങ്ങ. ലൈമൂനുൻ ചെറുനാരങ്ങ. ബുർത്തുക്കാലുൻ ഓറഞ്ച്. മഷായത്തുൻ വാക്കർ. തിൽക്ക ത്വാവിലത്തുൻ. തിൽക്ക ത്വാവിലത്തുൻ എന്താ അർത്ഥം? അത് മേശയാകുന്നു. ദാലിക ജബലുൻ അത് മലയാകുന്നു. തിൽക്ക ഹിദ്അത്തുൻ അത് പരുന്താകുന്നു. ഇതാണ് 4 വർഷത്തെ ചോദ്യപേപ്പർ. പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടി നമുക്ക് നോക്കാം. ഇവിടെ ഫനസിൻ്റെ അർത്ഥം അത് പ്രധാനപ്പെട്ടതാണ്. ഫനസ് പറഞ്ഞാൽ ചക്ക അല്ലേ?
പിന്നെ ഇവിടെ കുറച്ച് വാക്കുകളുണ്ട്. ബാബു എന്ന് പറഞ്ഞാൽ എന്താണ്? വാതില്. ഷുബാക്കുൻ ജനല്, കുർസിയുൻ കസേര, സുല്ലമുൻ കോണി, ജിദാറുൻ ചുമര്, കുഫ്ലുൻ പൂട്ട്, ശരീറുൻ കട്ടിൽ, മിഫ്താഹുൻ ചാവി. ഈ വാക്കർത്ഥങ്ങൾ പഠിക്കുക. അതാണ് ഇവിടെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യത. അതിൽ തന്നെ സുല്ലമു ശരീറൊക്കെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അതാദ്യം നോക്കുക. കുഫ്ല് അതൊക്കെ. പിന്നെ ഈ പാഠത്തിൽ വന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതിന് പുറമെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെയൊക്കെ നമ്മൾ പറഞ്ഞു പഠിക്കേണ്ട കാര്യങ്ങൾ. ഇവിടെ ഹാദ അംഫി, ഇത് നമ്മൾ ഇവിടെ പറഞ്ഞു ഇത് പഠിക്കണം, ഈ ഇവിടുന്ന് അർത്ഥം എഴുതാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇനി നമ്മളിവിടെ കുറച്ച് വാക്കുകൾ പഠിക്കണം. ഹാദ ഉനുഖി, ഇതെൻ്റെ പിരടിയാകുന്നു. ഹാദ ലിസാനി, ഇതെൻ്റെ നാവാണ്. അന മുസ്ലിമത്തുൻ, ഞാനൊരു മുസ്ലിം പെണ്ണാണ്. മുഹമ്മദുൻ നബി, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ നബിയാണ്. ഹാദ ലുഫ്രി, ഇതെൻ്റെ നഖമാണ്. അള്ളാഹു റബ്ബി, അള്ളാഹു എൻ്റെ റബ്ബാണ്. അന മുസ്ലിമും, ഞാൻ മുസ്ലിമാണ്. ഇനി ഇവിടെ ഹാദിഹി ബക്കറത്തുൻ, ഇത് പശുവാണ്. ഹാദിഹി ദജാജത്തുൻ, ഇത് കോഴിയാണ്. ഹാദിഹി ഷാത്തുൻ, ഇത് ആടാണ്. ഹാദിഹി ഹിറത്തുൻ, ഇത് പൂച്ചയാണ്. ഹാദിഹി ത്വാബിലത്തുൻ, ഇത് ടേബിളാണ്. ഹാദിഹി സക്കൂത്തത്തുൻ, ഇത് സ്കൂട്ടറാണ്. ഇവിടെ ഈ വാക്കർത്ഥങ്ങൾ ഹിറത്ത്, ഷാത്ത്, ബക്കറത്ത്, ദജാജത്ത്, അതാണ് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ടത്. ബാക്കിയൊക്കെ പ്രധാനപ്പെട്ടതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും നല്ലോണം പഠിച്ചു ഉഷാറായി മാർക്ക് വാങ്ങുക.